ഹലോ, സൺവീസ് വേൾഡിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഓർഗാനിക് ക്ലോത്ത് വെച്ചിട്ട് നല്ല അടിപൊളി പൂക്കൾ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാനിവിടെ 1 മീറ്റർ ക്ലോത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും. 40 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഞാനിത് ഓരോ പീസുകളായിട്ട് മുറിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 5 സെൻറ്റിമീറ്റർ വീതിയും നീളവുമായിട്ടാണ് എടുത്തേക്കുന്നത്. അത് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കണം. എന്നിട്ട് നടക്ക് ഇതേപോലെ തള്ളവിരൽ വെച്ചിട്ട് 2 സൈഡും വലിച്ചിട്ട് ഇതേപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കണം. അപ്പം നമുക്ക് ഇതേപോലെ ഓരോ ഇതളുകളായിട്ട് കിട്ടും. ഇങ്ങനെയാണ് നമ്മുടെ പൂവിൻ്റെ ഇതളുകൾ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഇതേപോലെ എല്ലാം റെഡിയാക്കി എടുക്കണം. ഇപ്പം ഞാനിവിടെ കുറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ത്രെഡ് പോളാണ്. ഇത് ക്രാഫ്റ്റ് ഷോപ്പിൽ മേടിക്കാൻ കിട്ടും. പക്ഷേ ഞാനിത് ഉണ്ടാക്കിയതാണ് വീട്ടിൽ. അടുത്തായിട്ട് വേണ്ടത് ഫ്ലോറൽ കമ്പിയാണ്. അത് ചെറിയ പീസുകളായിട്ട് ഇതേപോലെ മുറിച്ച് കൊടുക്കണം. അതിനുശേഷം ആ കമ്പിയുടെ അറ്റം ഒന്ന് ഇതേപോലെ വളച്ചു കൊടുക്കണം. എന്നിട്ട് ഇതൊരു 5-6 എടുത്തിട്ട് ഇതേപോലെ ഇതിന് നടുക്ക് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ നൂല് വെച്ചൊന്ന് ചുറ്റി കൊടുക്കണം. നല്ല ടൈറ്റാക്കി കെട്ടി കൊടുക്കണം. ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി ഓരോ ഇതളുകൾ ഇതേപോലെ വെച്ച് കൊടുക്കാം. ഞാനിവിടെ 3 ഇതളുകൾ വെച്ചാണ് കെട്ടി കൊടുക്കുന്നത്. ഇനി ടൈറ്റാക്കി ഒന്ന് കെട്ടി കൊടുക്കണം. ഇപ്പം നമ്മുടെ പൂവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതെല്ലാം ഇതേപോലെ റെഡിയാക്കി എടുക്കണം. ഇപ്പം എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ഗ്രീൻ ടേപ്പ് വെച്ചൊന്ന് ചുറ്റി കൊടുക്കണം ഇതിൻ്റെ തണ്ട്. ഇപ്പം എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് വേണ്ടത് ഒരു അലൂമിനിയം കമ്പി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ഇതെല്ലാം ഇതേപോലെ വെച്ച് കൊടുത്ത് ഗ്രീൻ ടേപ്പ് വെച്ചൊന്ന് ചുറ്റി കൊടുക്കണം. വീഡിയോയിൽ കാണുന്ന പോലെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ഈ ക്ലോത്ത് മേടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം നമ്മുടെ പൂക്കളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ.